ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഹൂ നോസ് അവർ ബേബി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ കുറെ പേര് പറയും അമ്മമാരാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും നോക്കുന്നത്, സോ അമ്മമാർക്കല്ലേ കുഞ്ഞുങ്ങളെ അറിയാൻ പറ്റുള്ളൂ. എന്താണ് അത്? അല്ല, ചില അമ്മമാർക്കായിരിക്കും കുഞ്ഞുങ്ങളെ അറിയാൻ പറ്റുന്നത്, ചില സ്ഥലങ്ങളിലെ അച്ഛന്മാർക്കായിരിക്കും കുഞ്ഞുങ്ങളെ അറിയാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ എന്തിവിടെ പൈപ്പിൽ വെള്ളം പിടിക്കാൻ വന്നേക്കുന്നത്? ചില സ്ഥലങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ കുഞ്ഞുങ്ങളെ അറിയാൻ പറ്റുമായിരിക്കും. വോട്ടെവർ, നമ്മൾ എന്തായാലും ഒരു ഫണ്ണി ഒരു സാധനമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇതിൽ വലിയ ഡീപ്പായിട്ടുള്ള മീനിങ് ഒന്നുമില്ല. ഞങ്ങളുടെ ചലഞ്ച് എങ്ങനെയെന്ന് വെച്ചാൽ 1500 രൂപ വിനുക്കുട്ടിക്കും 1500 രൂപ എനിക്കും തരും. എന്നിട്ട് നമ്മൾ ആ പൈസ കൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും വിത്ത് അവർ ക്യാമറാമാൻമാർ ജൂപ്പിറ്റർ. എന്നിട്ട് ആ 1500 രൂപയില് കുഞ്ഞിന് ഏറ്റവും ചേരുന്ന രീതിയിലുള്ള നല്ലൊരു ഡ്രസ്സ്, കറക്റ്റ് സൈസ് ആയിരിക്കണം. പൈസ കൂടുതലുണ്ടെങ്കിൽ ഷൂസ് വാങ്ങിക്കാം, ബെൽറ്റ് വാങ്ങിക്കാം. ബാക്കി ഇപ്പൊ 800 രൂപയ്ക്ക് നിങ്ങൾ ഡ്രസ്സ് വാങ്ങിച്ചു, ബാക്കി പൈസ കൂടുതലുണ്ടെങ്കിൽ ഷൂസ് വാങ്ങിക്കാം, ബെൽറ്റ് വാങ്ങിക്കാം. അവന് അട്രാക്ഷൻ അവന് കൂടുന്ന രീതിയിൽ വേണമെങ്കിൽ അവന് കളിപ്പാട്ടം വാങ്ങിക്കാം, എന്തുകൊണ്ടും വാങ്ങിക്കാം. അപ്പൊ എന്തായാലും നമ്മളത് മേടിച്ചിട്ട് വന്നതിന് ശേഷം അവൻ ഇടിച്ചു നോക്കുമ്പോൾ ഏതിലാണ് അവൻ കൂടുതൽ സുന്ദരനായിരിക്കുന്നത് അവർക്കാണ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഇടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെങ്കിൽ വിനുക്കുട്ട 1500 രൂപ ചെലവാക്കിയെങ്കിലും എനിക്ക് 1500 രൂപ തരേണ്ടതാണ്. ഇനി അവർ ഇടിക്കുന്നതാണ് ഭംഗിയെങ്കിൽ മറ്റേ 1500 രൂപ ഞാൻ അവന് തിരിച്ചു കൊടുക്കും. ഓക്കെ, ചുമ്മാ തരത്തില്ല ചെയ്യും, ഡീൽ. അതാണ് നമ്മളുടെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരൂ, ആരാണ് അടിപൊളിയായിട്ട് കുഞ്ഞിനെ സെറ്റ് ആക്കുന്നത് നോക്കാം. അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ട് പോകുന്നതിന് മുമ്പ്. അപ്പൊ ഞാനത് എടുത്തു വെച്ചിട്ട് വരാം, അലമ്പുണ്ടാക്കാതെ രണ്ടും കൂടി ഇരിക്കണം കേട്ടോ. ആലോചിക്കാം. ഇവിടെ സത്യം പറഞ്ഞ അമ്മുടുമോൻ ഏറ്റവും അറിയുന്ന എനിക്കാണ്. അവന്റെ അടിമുതൽ മുടി വരെയുള്ള പറഞ്ഞ് പഞ്ച് കളയില്ലേ നീ, ഞാൻ പിടി നമുക്ക് ഇവനെ ഒരുക്കാം. അതിന് പുറത്തു പോകല്ലേ. അപ്പം ഞാൻ ഇന്ന് അച്ഛന്റെ വകകൾ ഒരുക്കലായിരിക്കും ഇത്. അല്ലടാ, നല്ല നല്ല ഡ്രം സെറ്റ്. ഡും ഡും ടക 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 ഡും ഡും ടക 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 ഡും. പെണ്ണേ പെണ്ണേ, അല്ല അതല്ല, നമുക്കെന്നാ. ഓക്കേ, അപ്പോ നമ്മൾ കുറെ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് അമ്മയുടെ ഒരു ഖജനാവ് നമുക്ക് കിട്ടി. ഒരുങ്ങുന്ന ഓരോ ക്ലിപ്പുകൾ, വളകൾ, മാലകൾ, നെക്സലൈറ്റുകൾ എല്ലാം ഉണ്ട്. അത് തന്നെ എടുത്ത് കൊറാ. കുഞ്ഞെടുക്ക, അച്ചിട്ട് തരാം. അത് മതിയാ? ഇത് കൊള്ളാം കേട്ടോ. ഇതെന്ത് പക്കിയാ? എന്തത്? അമ്പുജുവേ അമ്പുജുവേ നിൻ കല്യാണമായി. കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞു പണ്ട് റീൽസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പൗഡർ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിങ്ങനെ. എന്റെ ദൈവം, ഇത് എന്തുവാണ് ഈ കാണിച്ചു വെച്ചേക്കുന്ന രണ്ടും കൂടി? വൈറൽ റീൽസ് പ്രാക്ടീസ് ചെയ്തു, പൊടി ഊതി. അയ്യോ, അമ്മയുടെ കണ്ണിൽ പൊടിയുടെ നോക്കി ഒത്തില്ല. എന്റെ ദൈവം, ഇത് എന്തു ഈ കൊച്ചിനെ എന്തുവാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നേ? കാണിച്ചുതരാം ഇരി ഇവിടെ കാണിച്ചുതരാം ഞാൻ. ആ പെട്ടിയെടുത്ത് കൊച്ച് എന്റെ മേക്കപ്പ് ഐറ്റവും ആക്സസറീസും എല്ലാം കൊളവാക്കി ഇവൻ. എന്തുവാണ് ഒളിഞ്ഞു നോക്കുന്നേ? ഞാൻ ഇത്രയും കുളവാക്കാൻ ഉദ്ദേശിച്ചില്ല. കുറ്റബോധം ഇല്ലെന്നും പറയുന്നില്ല, ഉണ്ടെന്നും പറഞ്ഞ ഉണ്ട് ചെറുതായിട്ട്. വായിവിടാ, വൃത്തിയായിട്ട് കൊച്ചിനൊന്ന് കുളിപ്പിച്ചെടുക്കട്ടെ. ഇനി ഒരമ്മ എന്ന നിലയിൽ ആദ്യത്തെ ട്രസ്റ്റ് നാച്ചുറൽ ആൻഡ് സേഫ് പ്രൊഡക്ട്സിനോടായിരിക്കണം, വിത്ത് നോ ഹാഷ് കെമിക്കൽസ്. ദാറ്റ്സ് വൈ ഐ ചൂസ് ഹിമാലയ ബേബി കെയർ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയ ജെന്റിൽ ബേബി വാഷ് ആണ്. ഇതൊരു നമ്പർ 1 ഡോക്ടർ പ്രിസ്ക്രൈബ് ബ്രാൻഡാണ്. മെയ്ഡ് വിത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ആൽമണ്ട് ഓയിൽ ആൻഡ് ഒലിവ് ഓയിൽ. കണ്ടില്ലേ, ഹെയർ നല്ല മെസ്സാണ്. സോ ഞാൻ ഹിമാലയ ജെന്റിൽ ബേബി ഷാംപൂ യൂസ് ചെയ്യുകയാണ്. പിന്നെ നോ പാരാബൻസ്, നോ സിലിക്കോൺസ്, നോ സിന്തറ്റിക് കളേഴ്സ്, നോ ഹാഷ് കെമിക്കൽസ്, ജസ്റ്റ് പ്യുവർ കെയർ. കുളിയൊക്കെ കഴിഞ്ഞു. ഫൈനലി ഐ ആം യൂസിങ് ഹിമാലയ ബേബി ലോഷൻ. ഇതെല്ലാം pH ബാലൻസ്ഡ് ആണ് കേട്ടോ. 5.5 ആൻഡ് ക്ലിനിക്കലി പ്രൂവൻ. നമ്മുടെ ക്യൂട്ട് ആൻഡ് നോട്ടിയസ് ബേബീസിനെല്ലാം നല്ല ജെന്റലസ്റ്റ് കെയർ കിട്ടാൻ ട്രൈ ഹിമാലയ ബേബി കെയർ. അവൈലബിൾ അറ്റ് യുവർ നിയറസ്റ്റ് മെഡിക്കൽ സ്റ്റോർ ഓർ ഓൺലൈൻ. ബൈ. വ്ലോഗിലേക്ക് പോവാം, കമോൺ ഗൈസ്. ചെറുക്കനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ രണ്ടുപേരുടെ ഡ്രസ്സ് അവൻ നനച്ച് ഒരു പരുവാക്കിയതുകൊണ്ട് അതെ, ഞങ്ങളും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നൈസായിട്ട് അവനെ വീട്ടിലാക്കിയിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. എന്തുകൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യണമല്ലോ. അവനെ കൊണ്ട് ചലഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചലഞ്ച് നടക്കത്തില്ല. അതെ അതെ, അവനെ കൊണ്ട് പോയ ഒരു ചലഞ്ച് കം ടാസ്ക് ആണ്. ഇതൊരു 3000 രൂപയുണ്ട്. ഇതില്
1000 രൂപയാക്കും, 2000 രൂപ എനിക്ക്. എന്തെന്ന് 500 1500 1500. ഓക്കെ, 1500. അപ്പൊ നമ്മൾ 1500 വെച്ച് ഈച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ഒരു ക്യാമറാമാൻ, അവന്റെ കൂടെ ഒരു ക്യാമറാമാൻ. അപ്പൊ നമ്മൾ ഇവിടെ പർട്ടിക്കുലർ സ്ഥലം പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് ഡ്രോപ്പ് ചെയ്യണമെന്ന്. അവിടെ എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല. എന്ത് ചെയ്താലും ഈ പൈസക്ക് ചെയ്തോളാം, വേറെ പൈസ ഒന്നും ഇല്ല. ഈ പൈസക്കാണ്, അതായത് ഈ 1500 രൂപക്കാണ് നമ്മൾ നമ്മുടെ എല്ലാ എക്സ്പെൻസും പ്ലസ് കുഞ്ഞിന്റെ ഡ്രസ്സും പർച്ചേസ് ചെയ്യാനായിട്ട്. വണ്ടിക്കുള്ള ഇന്ധനം ഓൾറെഡി വണ്ടിയിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് പറഞ്ഞില്ലായിരുന്നല്ലോ. ഫുഡ് എങ്ങനെ ഇതിലെടുക്കാനാ? എടുക്കണം, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാലോ, അവരോട് പറഞ്ഞേ കഴിച്ചിട്ട് വരാൻ. കഴിച്ചില്ലല്ലേ നീ? ഇല്ലെന്ന്. കുഴപ്പമില്ല. ഇതാഴ്ച സിനിമയുടെ ക്യാമറ ആണ് കേട്ടോ. നിങ്ങളായി നിങ്ങളുടെ പാടായി. എടാ പോണ വഴിക്ക് എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കയറാൻ തിന്നാ കിട്ടിയാ മതി, എവിടെയെങ്കിലും കയറി തിന്നാ കിട്ടിയാ മതി. ശരി, ഓക്കെ. അപ്പൊ ഈ 1500 രൂപയിൽ പോയി വരുന്നവരുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ മീറ്റ് ചെയ്യണം. അതെ. യെസ് ഗായ്സ്, നമ്മൾ ബ്രോഡ്വേ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുക്കാം. ഇതാകുമ്പം അത്യാവശ്യം നല്ല ഡ്രസ്സ് കിട്ടുമായിരിക്കും, പക്ഷെ വിലക്കുറവാണ്. നമുക്ക് ഇവിടെ നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഐറ്റംസ് കണ്ടിട്ട് ഇവിടെ കുറെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഇരിപ്പുണ്ട്. എക്സ്ക്യൂസ് മീ, ഹായ്. ഡ്രാഗൺ ബോൾസി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ. അവന്മാരെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഞാനും എന്റെ ക്യാമറാമാനും കൂടെ നമ്മളിവിടെ പാലാരിയുടെ ഒരു ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കേറാം, ഡ്രസ് എടുക്കാം. കമോൺ. താങ്ക് യു. എത്ര 100 രൂപ? 3 100 രൂപ ലാഭത്തിൽ കിട്ടി. 1 വയസ്സുള്ള ആൺകുഞ്ഞിന് പറ്റിയ കാഷ്വൽ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ. ഇത് 4 100. ഇത്രയാണോടാ? ഓക്കെ, ഇത് ഹുഡിയാണോ? അപ്പൊ അത് 300 രൂപയാണ്, ബാക്കി 200 കിട്ടിയേ. അപ്പൊ ഇനി നമ്മുടെ കയ്യില് 1200 രൂപ ഇരിപ്പുണ്ട്. പക്ഷെ ഇതേ സമയം എന്റെ പൊണ്ടാട്ടി പോയിട്ട് പ്രീമിയം ഡ്രസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്. ജസ്റ്റ് ഓസം. പെൺപിള്ളേരെ എന്തൊരു ഭംഗിയാ നോക്കിയടാ, നല്ല രസമില്ലേ കാണാൻ? അതെ. ഓ ബോയ് ബേബി 1 year old. നമുക്ക് കുഞ്ഞിനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അതില്ല, മാത്രമേ ഉള്ളൂ. പുള്ളി അവിടെ എത്തിയിട്ട് പെൺകുട്ടിയുടെ ഉണ്ട് തരട്ടെന്ന്. ഞാൻ പറഞ്ഞ നമുക്ക് കുഞ്ഞാടാൻ പറ്റുന്ന ചോദിച്ചേ. അയ്യോ, ഇത് കൊള്ളാം കേട്ടോ. നോക്കടാ, വാല് ഷാർക്കിന്റെ. നോക്കിയേ, ഡ്രാഗന്റെ. ഇത് എന്ത് സാധനം? ഇതെന്ത് സാധനോടാ? ഇതെന്ത് സാധനം? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഡ്രാഗൺ തന്നെ തോന്നുന്നു. ഡ്രാഗൺ ആണല്ലോ തേനീച്ചയാണോ? തേനീച്ചക്ക് ചിറകല്ലേ, ഇതെന്തോ കൊമ്പാ. ഡ്രാഗൺ ആണെന്ന് തോന്നുന്നു. ഇത് നോക്കിയേ, ഷാർക്ക്. ഇത് 2 വാല്, വാലും ഒരു കൊമ്പ്. ഇതേ ബുൾസൈ. ഇത് കൊള്ളാല്ലേ? വില നോക്കട്ടെ. അപ്പം ഞാൻ വന്ന ഉടനെ എന്നെ കണ്ണി പിടിച്ച സാധനം ഞാൻ കാണിച്ചു തരാം. വേഗം ഓടി. ഇത് കൊള്ളാം. ഇത് വിത്തൊരു കളിപ്പാട്ടം. നൈസാറ്. വില നോക്കട്ടെ. 450 രൂപടാ. നൈസ്. കൊള്ളാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നു. 909 എല്ലാം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ കിട്ടും. അതെ, 1000 രൂപ കൊടുത്താൽ നമുക്ക് ഇതിന്ന് ഒരെണ്ണം എടുക്കാം. അപ്പൊ ഇല്ല, ഇത് 1100. ഇത് 1129. എടാ, ഇത് ഫൈനൽ പ്രൈസ് ആണോ അതോ ഇത് ഫൈനൽ പ്രൈസ്? ഓക്കെ, ഇത് 1000 ആണ്. അപ്പൊ ഇത് വേണ്ട, രണ്ടൊന്നല്ലേ? അത് സെയിം. ഏതാടാ സൈസ്? വലുത് ഏതാ? ഇത് വലുതാണോ? വേണ്ടല്ലോ, ഇതിന് നല്ലതല്ലേ? അതാ നല്ലത്. ഇത് വേണ്ട, അതെടുക്കാം. കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ? 1500 മൈനസ് 909 എന്ന് പറയുമ്പോ ഇനി 591 രൂപയും കൂടെ ഉണ്ടാവും. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ബാക്കി പൈസക്ക് നമുക്ക് മന്തി കഴിക്കും. അവരിപ്പോ ഡ്രസ് എടുത്ത് ആ കൊച്ചിനെ ഇടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓടാ, എന്റെ ഭാര്യ എനിക്ക് അറിഞ്ഞൂടെ, എടുക്കത്തില്ല. ഒന്നും ആയിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ട്. രണ്ടും എടുത്തു. കൊള്ളാം, നൈസ് സാധനം. സെന്റർ കണ്ടാ ചോദിച്ചാ ഇണ്ടരുത് നീ. ഇത് കണ്ടാ വിതേന്റെ വി കണ്ടാ
ഇതിലുള്ള പശുമ്പി ഇഷ്ടപ്പെട്ടു. പശുമ്പി വെച്ച് ഇത് എടുത്താണ് ഞാൻ. അപ്പൊ ഇത് രണ്ടും ഇത് എത്രയാണ്? 450, 490 അല്ലേ? 265. അയ്യോ 265 വരുന്ന. ഞാൻ കരുതത് ഗൈസ് ഇതിന് വില 450 ആന്ന് ചോദിച്ചു രണ്ടെണ്ണത്തിനും കൂടെ. പക്ഷെ ഇല്ല, ഇതിന് 220, അതിന് 260. അപ്പൊ ഇത് നമുക്ക് 3 എടുക്കാം. ജോറ് പൊളി സാധനം. അപ്പൊ ഇത് 3 എടുത്തു. ഇത് വെച്ചിട്ട് 960 അപ്പൊ ബാക്കി 240 രൂപ നമ്മുടെ ഉണ്ട്. ചേച്ചി ഡിസ്കൗണ്ട് കൂടി തരുമോ? എനിക്ക് വിശക്കുണ്ട്. അതെ, ചോദിക്കുകയാണേ, ഡിസ്കൗണ്ട് കിട്ടുമോ? ഒരു മത്സരത്തിന്റെ പ്രമാണിച്ച് വന്നാണ് ഞാൻ. അപ്പൊ നീ പട്ടണിയടാ. 980 കുഴപ്പമില്ല. 900 റൗണ്ട് ചെയ്തുകൂടെ നമുക്ക് 900 റൗണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ കരുതി അവരൊരു കണ്ണാടി വാങ്ങാന്ന് വിചാരിച്ചത്. ഒരു കണ്ണാടി, ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു സ്കാർഫ് വാങ്ങാന്ന് വിചാരിച്ചു. കാരണം ഒരു സ്റ്റൈൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. സിനിമ എന്തെങ്കിലും പ്രീമിയം ലുക്ക് ആയിരിക്കും. ഞാൻ എന്റെ ലുക്കും വലിയ സ്റ്റൈൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ബോയ്സിന് പറ്റിയ ഗ്ലാസ് 259 രൂപയുടെ കേട്ടോ. 679 രൂപയോ? വേണ്ട, മന്തി കഴിക്കാൻ പറ്റൂല. അല്ല, മന്തി കഴിക്കാൻ കാശ് ഉണ്ടാവില്ല. 100 എക്സ്ട്രാ നമ്മള് കയ്യിൽ നിന്നിടണം. സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കിട്ടില്ലെങ്കിൽ അതെടുക്കാം. 219 രൂപ കുറച്ചടാ. നമ്മള് 590. ഡയറ്റിലേക്ക് മാറേണ്ടി വരും. ക്യാറ്റായി. കാറ്റ് ഗേളിഷാണ് കുറച്ച്. ഇത് തന്നെ എടുത്താലോ? ഇത് എത്ര രൂപ വരുമെന്ന് പറഞ്ഞടാ. വലിയ കുഴപ്പമില്ലല്ലോടാ. ഇല്ല, ആമ്പിളാർക്ക് കയറത്തില്ലേ? കുഴപ്പമില്ല. കുറച്ച് ഇതാണ്, എന്നാലും കുഴപ്പമില്ല. റെയിൻബോ അല്ലേ? വേറെ ഒന്നും ഇല്ല. ബാക്കി എല്ലാം ഭയങ്കര ഗേളിഷ് സാധനങ്ങളാണ് ഇരിക്കുന്നത്. ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കായിരുന്നു. അതെ, ബ്ലാക്ക് ഇല്ല. തൊപ്പി വേണ്ടെന്ന് വെച്ചു. കാരണം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ കയറും. അങ്ങനെ നിന്നാൽ ഇവൻ എന്നെ തിന്നും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചാക്കട കയറി. ചായ പറഞ്ഞു. എന്താ കഴിക്കാൻ വേണ്ടത് പറയൂ. കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ആദ്യം പറ. 120 രൂപ. എന്ത് വേണം പറയൂ, കണ്ടിന്യൂ. എനിക്കൊരു ചായ പറഞ്ഞു. ആദ്യം ഞാൻ ഓർഡർ ചെയ്തിട്ട് വിരിക്കുട്ടർ ഓർഡർ ചെയ്തത്. വഞ്ചകനാടേ. അപ്പൊ നമുക്ക് എന്നാ ഫുഡ് വന്നിട്ട് കാണാം കേട്ടാ. 1097. ഓക്കെ, തൊപ്പി കൂടെ വാങ്ങിച്ചാല. അത് കളർഫുൾ ആണ്. പക്ഷെ അവന് വലുതായിരിക്കുംടാ. അത് ചിലപ്പോ ശരിയായിരിക്കും. വേണ്ടല്ലേ, കുറച്ചും കൂടി വലുതായിട്ട് വാങ്ങാം. അതെ അതെ. റിച്ച് മാൻ കോസ്റ്റ്ലി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് 2 എണ്ണം. അനുവിന് ചായ ഉണ്ട് കേട്ടോ, വിഷമിക്കണ്ട. എനിക്ക് ചായ ഉണ്ട്. അപ്പൊ 2 ചായ 2 കടി. നീ ഹാപ്പിയാടാ? പുറത്തോട്ട് 2 കടി ഞാനും തരാം. എന്തിനാടാ? എനിക്ക് കുഞ്ഞുണ്ടോ, അതുകൊണ്ടാണ്. നീ ക്ഷമിക്കുന്നേ. സിംഗിൾ ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ, ഒരിക്കലും വിഷയമില്ല. ഇപ്പൊ എന്റെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. ബഡ്ജറ്റും കഴിഞ്ഞ് ബാക്കി പൈസ നമ്മുടെ കയ്യിലുണ്ട്. നമ്മള് ഫുഡ് കഴിച്ചിട്ട് അവന്മാരെ പിക്ക് ചെയ്യാൻ പോവാം. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് ഒന്നിച്ച് കാണാം. എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി പൈസ പേ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള കറക്റ്റ് എമൗണ്ടിന് നമ്മൾ കറക്റ്റ് കഴിച്ചിട്ടുണ്ട് ഫുഡ്. 1 രൂപ ബാക്കി. ഈ അനൂപിന്റെ ഒടുക്കത്തെ കരച്ചിൽ കാരണം എന്നെ കൊണ്ട് അവൻ വീണ്ടും ഒരു 1, 2, 3 കട്ലറ്റ് വാങ്ങിച്ചു. ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ 60 രൂപ പെൻഡിങ് ഇരുന്നേനെ. ചിരിയുണ്ടോ അവന്റെ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായാലും നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. ഇനിയിപ്പം സീതമ്മ കിടപ്പള്ളി നിൽപ്പുണ്ട്. നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം. അപ്പം അവിടെ പോയിട്ട് നമുക്ക് അവരോട് മീറ്റ് ചെയ്യാം. അവരുടെ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം എന്താ കാര്യമെന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കിടപ്പള്ളി പോകാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ പൈസ ഇല്ല. ചലഞ്ചിന്റെ 1500 രൂപ തീർന്നു, ഖത്തം. ഇനി എൻ്റെ 1 രൂപ ബാക്കിയുണ്ട്. അപ്പം ഭാഗ്യത്തിന് എൻ്റെ സീതമ്മ ഭാര്യ, സ്നേഹമതിയായ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവനിക്കൂട്ടെ കുഴപ്പമില്ല, ഞങ്ങളിവിടെ നിൽപ്പുണ്ടെന്ന്. അത് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നവർ. ഇവർ നേരത്തെ വന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇതിലെന്താ, അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു കാറ് കൊണ്ടോ. പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാൻ നിന്നപ്പോൾ അവന്മാര് പറഞ്ഞു അവരുടെ പർച്ചേസിങ് കഴിഞ്ഞ് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പിക്ക് ചെയ്യാൻ പോയി. ഇപ്പൊ വലിഞ്ഞു കയറി എല്ലാം വന്നിട്ടുണ്ട്. വേറൊരുത്തും വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. വാ, എല്ലാം വാ. ഇനി നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. പക്ഷെ ഞാനും അവന് മാത്രമേ കഴിക്കുള്ളൂ. യുവമാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നീയൊക്കെ തന്നെ വാങ്ങി തന്നു. അതൊന്നും എനിക്കറിയണ്ട.
കൊറേ നേരമായി മൂന്നും കൂടെ തെക്കോട്ട് നോക്കിയിരിക്കുന്നത്. അവിടെ എന്തുവാന്ന് കാണിച്ചു തരാം കേട്ടോ. പല ഫുഡും അതിന്റെ റേറ്റും ഒക്കെ എഴുതിയേക്കുക. അത് നോക്കി വെള്ളം ഇറങ്ങിയിരിക്കുന്ന രണ്ടും. ഇരിപ്പ് കണ്ടാ അറിയാം അവന് പട്ടറിയായിരുന്നു. 2 ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. 2 ദിവസോ? നീ ഇന്ന് ഉച്ചക്കല്ലേ അവൻ്റെ കൂടെ പോയത്? അതുപോലെ ആക്കി കളഞ്ഞില്ലേ? അതറിയാൻ പാടില്ല. അത് ഈ സൈഡ് ഇരിക്കണ ഇതിന് വരെ ഭയങ്കര ടേസ്റ്റ്. അല്ല നമ്മൾ ഇത്രയും കഥ പറയുമ്പോൾ അതെ എടുത്ത് നോക്കി ഒന്നും മിണ്ടാണ്ടിരുന്ന് നിന്ന് നോക്കിയവൻ. ഓക്കെ ഗൈസ്, ഞാൻ ഇവന്റെ പോലെ അത്ര ക്രൂരനല്ലാത്തോണ്ട് ഇവന്മാര് നോക്കി ഞങ്ങൾക്ക് നാളെ വയ്യാണ്ടാവുന്നുള്ളതുകൊണ്ടും ഞാൻ ഇവന്മാർക്ക് 3 പേർക്കും വാങ്ങിച്ചു കൊടുക്കുകയാണ്. ശരി, പോയി ഓർഡർ ചെയ്യും. എന്ത് ഓർഡർ ചെയ്യട്ടെ ഞങ്ങള്? പോക്കൃത്തരം കാണിക്കരുത്. എന്തോ വേണ്ടേ പറ. ഷവർമ റോള്. നിനക്ക് എന്തോ വേണ്ടേ? സോളാറാ? എന്ത് ഉപ്പാ? സോഡാ സൂപ്പ്. ഓക്കെ, സൂപ്പ്. നിനക്കുട്ടൊക്കെ എന്താ വേണ്ടേ? ഒരു വെജ് ബർഗർ ഓർഡർ ചെയ്തോ? ചെല്ലേ. അങ്ങനെ 3 എണ്ണത്തിനും ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. വിനക്കുട്ട ഒരു ബർഗറിന് പകരം 2 ബർഗർ. വെജ് ആണ്, വിലക്കുറവാണ്, 90 രൂപ. ദോഷമായോ? നന്ദി. താങ്ക് യു സാർ. 1000 നന്ദി, 900 നന്ദി. അപ്പൊ ഇത്രയും രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ഇന്ന് ചെന്ന് ഡ്രസ്സ് അലക്കാൻ ഇട്ടിട്ട് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നാളെയാണ് കുഞ്ഞിനെ ഇടിക്കുന്നത്. അപ്പൊ ബാക്കി അലക്കൊക്കെ കഴിഞ്ഞ് നാളെ അവന് ഇടിക്കുമ്പോ കാണാം. ഓക്കെ ഗായ്സ്, അപ്പൊ പറഞ്ഞ പോലെ നമ്മള് ഡ്രസ്സൊക്കെ അലക്കി ഉണക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് എന്റെ. ഇതാണ് എന്റെ. ഇത് എന്തോരമായത്? ഇതും കൂടി അല്ല ഇങ്ങോട്ട് വലിച്ച് ഇതും കൂടെ നോക്ക്. വലിച്ചോളാം. കവർ പോലും വേണ്ട. എടുക്ക് പൊന്നെ. ഹലോ ഹലോ ഹലോ, ദേ 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 എന്നാ നല്ല കിണ്ണം കാച്ചി ഉടുപ്പിടാത്തുണ്ട്, എടുത്തോ. എന്റെ അടുത്ത് കേട്ടോ. എടുക്ക്. നമ്മുടെ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വേണ്ട. കൈക്കൂലി തരാം. എടാ കൈക്കൂലി തരാം. നീ ഇങ്ങോട്ട് തിരി. കണ്ണട. എനിക്കെന്ന പൈസക്ക് ഞാൻ ഉടുപ്പും വാങ്ങിച്ച് കണ്ണടയും വാങ്ങിച്ചു. ഇത്ര ഡ്രസ് വാങ്ങിച്ച്? ഒരു ഡ്രസ് എങ്ങനെയുണ്ട്? അമ്പട് നോക്കിയേ ഒരു കുട്ടെ. ഷാർക്ക്. അയ്യേ അമ്പുടു ഷാർക്ക്. അയ്യേ ഇനി കഴിഞ്ഞ ഇത്രയും വലിയ ബില്ല. എന്താ ബില്ലാതിനാ? മൈ ഗാഡ്, ഒരു ഉടുപ്പിന് ഒരു കണ്ണാടിക്ക് ഇത്രയും വില. ഇനി എന്റെ കാണണോ? ഞാൻ കാണണ്ടേ ഇപ്പുറത്ത്. അമ്പടുവേ അവനെ പുറത്തിട്ടുകൊണ്ട് പോകാനായിട്ട് 500 നിക്കറാ കിട്ടിയേ. ഒരു നിക്കർ, വീട്ടിലിടുന്ന ഒരു ബനിയൻ, കാളക്കുട്ടന്റെ വീണ്ടും വീട്ടിലിടുന്ന ഒരു കുഞ്ഞി നിക്കർ. ഡിസംബർ വരുമ്പോ ഇടാനായിട്ട് അവന് സാന്റാക്ലോസിന്റെ ഇതുള്ളത്. അവന് ഓടി ഇതൊക്കെ കണ്ടിട്ട് ക്രിസ്മസ് തീംഡ് ഒരു ബനിയൻ. ഇത് അവന്റെ സാധാ ഒരു അകത്തിടുന്ന ഉടുപ്പാട്ട്. അകത്തിടുന്നതാണ്, കാണിച്ചു തരാം. വീണ്ടും വീട്ടിലിടുന്ന ഒരു പാന്റ്. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുള്ളെങ്കിൽ അടിപൊളി സാധനം വാങ്ങിച്ചത്. ഇവൻ കുറെ ചവറ് പോലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം വീട്ടിലിടുന്നത്. ഇതായിരുന്നു നമ്മുടെ ചലഞ്ച്. നല്ല ഉടുപ്പ്, അവന് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സാധനം മേടിച്ചു തന്നെ ആരാണോ അവർക്കാണ് സമ്മാനം. അടുത്ത ഉടുപ്പ് ഇതും നേരത്തെ ഹുഡി കാണിച്ചില്ലേ, അതൊന്നും വീട്ടിൽ എല്ലാം പുറത്തുള്ള ഡ്രസ്സുകളാ. നോക്കേ, ഒരു കളിപ്പാട്ടം പാവ. അയ്യോ അത് കൊള്ളാട്ടോ. ഉടുപ്പേലുള്ളതാ. യെസ്, ഇതിന്റെ അകത്തിടുന്നതാണ്. ഇതിന്റെ ഒപ്പമുള്ള അകത്തിടുന്ന സംഭവം കേട്ടോ. ഇതിന്റെ ബനിയന്, ഇതിന്റെ പുറത്തുള്ള ഡങ്കറി, റോംബർ. ഓക്കെ, ഇതിന്റെ അകത്തിടുന്നതാണ് ഈ ബനിയൻ. ഇതാ അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് ആനിമെ ഡ്രാഗൺ ബോൾ സിയുടെ ഒരു നിക്കർ. കുഞ്ഞ് ഗോവയ്ക്ക് വല്ലതും പോകുമ്പോഴത്തിട്ടുകൊണ്ട് പോകുന്ന ഒരു ബനിയൻ. പുറത്തിട്ടുകൊണ്ട് പോകുന്ന ഉടുപ്പാണിത്. അതും കൊള്ളാം. വിത്ത് പച്ചുമ്പ. 1500 രൂപയ്ക്ക് കിട്ടിയോ? അതായത് ഒരു ബനിയൻ ഉണ്ടല്ലോ, ഒരു ബനിയൻ ഉണ്ടാകുന്ന അല്ല, ഇത് ഇതിന്റെ ആയിരുന്നു. ഇത് ഇതിന്റെ ആ ഓക്കെ യെസ് യെസ് യെസ്, ഇത് ഇതിന്റെ, സോറി ഇത് ഇതിന്റെ, ഇതാ ഇത് ഇതിന്റെ മറന്നുപോയി. ഇതാ ഇത് ഇതിന്റെ. വീട്ടിലുള്ള 9 ഡ്രസ്സും പുറത്തുള്ള 3 ഡ്രസ്സും. ഇനി 12 ഡ്രസ് 1500 രൂപയ്ക്ക്. എന്നെ കൂട്ട് ഞാനും വാങ്ങി ഒരു കണ്ണാടി. ഞാൻ വാങ്ങിയ കണ്ണാടി കാണിച്ചേ. അയ്യേ വെച്ച് കാണിച്ചു കൊടുത്തേക്ക്. നോക്കച്ചു ചുണ്ടറല്ലേ നോക്കി നോക്ക്. അയ്യോ ഇങ്ങനെ നോക്ക്. നോക്കൂ, ഞാൻ ചുണ്ടർന്നല്ലേ. നോക്ക്.
ഇവന് ആങ്കൊച്ച ഇഷ്ടമുള്ളൂ എടോ കേട്ടോ. ഇവന് ആങ്കൊച്ചാണ് ഇഷ്ടമല്ലോ ഇവനൊന്നും. എടാ ഇപ്പൊ കുഞ്ഞല്ലേടാ, അവന് കളർഫുൾ ആയിട്ടുള്ള സാധനം. ഇവനൊരു സ്റ്റൈല് യാഹുദാ ഈഷ് ആ നോക്കി അങ്ങോട്ട് പൊളി സാധനമാണോ നോക്കടാ. ഇതാണ് ഗ്ലാമർ, ഇതാണ് ഗ്ലാമർ. ഇത് അച്ഛ വാങ്ങിച്ച ഡ്രസ്സിന്റെ ഒപ്പം അച്ഛൻ ചിരിക്കുന്നത് കണ്ടിട്ട് കണ്ടോ അഴിച്ചേ. അപ്പൊ കാശ് നിങ്ങൾ കണ്ടല്ലോ ശീതമ്മയുടെ ഡ്രസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ മേടിച്ച ഡ്രസ്സിന് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഫുള്ള് നമുക്ക് ഇങ്ങനെ ഊരാൻ പറ്റും. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ്. ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വിജയിനെ തീരുമാനിക്കുക. അല്ല സൂര്യ തീരുമാനിക്കും. കടാ ഫുള്ള് ഊരാ. കടാ ഇത് 1000 രൂപയൊക്കെ ഇച്ചിരി കൂടുതലല്ലേ? 1000 രൂപ ഇല്ല, 909 രൂപ. ബ്രാൻഡാണിത്. ഇത് കൊള്ളാൻ കേട്ടോ. അത് എല്ലാം കൊള്ളാം, എനിക്കറിയാം എല്ലാം കൊള്ളാന്ന്. എല്ലാം ഒന്നും കൊള്ളത്തില്ല. എല്ലാം കൊള്ളാന്ന് എനിക്കറിയത്തില്ലയോ. ഹെയർ സ്റ്റൈല് പോയി, അവൻ കണ്ണട വലിച്ചെറിഞ്ഞു, അവന് ഭ്രാന്തായി. ഇല്ല ഇട്ടോ, എനിക്ക് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് ഇരിക്കണം, ഫ്രണ്ട് ഇരിക്കണം എനിക്ക്. റെഡി, അടുത്ത ഡ്രസ് ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. കണ്ട നിങ്ങൾ ഇത് നോക്കി, എന്നാ ഭംഗിയാ നോക്കി ഇട്ട് ഡ്രസ് ഇട്ടിട്ട്. ഇത് ടെഡി ബെയർ നമ്മുടെ മോണ ഇറ്റപ്പറ്റോ കുഞ്ഞ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതൊക്കെ പോയിന്റ്സിൽ ലെസ് ചെയ്യേണ്ട സാധനം. കുഞ്ഞിന് ഇപ്പൊ നമ്മളെ ഡ്രസ്സ് നമുക്ക് അത്യാവശ്യം കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സാണ്. ഇത്ര ടൈറ്റ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല. അല്ല അവര് മറ്റേ പുറത്തുള്ള ഡങ്കറി ഉടുപ്പില്ലേ, അത് കറക്റ്റ് ഒരു ലൂസാണ്. നമുക്ക് 2 ഇതുണ്ട്, ഹുക്കുണ്ട്. ഒരെണ്ണം ടൈറ്റും ഒരെണ്ണം ലൂസും ആക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഡ്രസ്. ഒരു മിനിറ്റ്, ഞാൻ മേടിച്ച ഡ്രസ് ഇത് ഇടിച്ചില്ല ഇതുവരെയായിട്ടും. ഇതിപ്പം അത് ഈ ഊരിയിടുകയും വയ്യ. ഇതാണ് ഡ്രസ് കണ്ടത്. ഇവന് ആക്ച്വലി മാച്ച് ആവും. എനിക്ക് ഇഷ്ടപ്പെട്ടത് പശുവിന്റെ ഇതൊക്കെ ഉള്ളത് മേടിച്ചോണ്ടെന്നുള്ളത്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പറയുന്നൊരു പോത്താണെന്നേ ഉള്ളൂ. എത്ര പ്രാവശ്യം നിന്റെ ഇടിക്കും. ഞാൻ വാങ്ങിച്ചതാണ് നല്ലത്, ഞാനാണ് വിന്നറെങ്കിൽ #ശീതൾ എന്ന് പറഞ്ഞ കമന്റ് ചെയ്യും. ഇനി വിനു വാങ്ങിച്ചതാണ് നല്ലത്, അവനാണ് കറക്റ്റ് എങ്കിൽ #വിനു എന്ന് പറഞ്ഞ കമന്റ് ചെയ്യും. ഒരു 7 ഡേയ്സിനുള്ളിൽ മോസ്റ്റ് കോമൺ കമന്റ്സ് വരുന്ന ആള് വിൻ ചെയ്തു പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ എനിക്കാണ് 1500 രൂപ ഞാൻ കുത്തിനോട് ചേരും മേടിക്കും. നിനക്ക് തരും വിനുക്കുട്ടയോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.